2026 ജൂലൈ 31 മുൻപ് അപേക്ഷാ സമർപ്പണം പൂർത്തിയാക്കേണ്ട കുറച്ച് സ്കോളർഷിപ്പുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന 6 പ്രൈവറ്റ് സെക്ടർ സ്കോളർഷിപ്പുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഗവൺമെന്റ് സെക്ടർ സ്കോളർഷിപ്പുകളൊക്കെ ലൈവായിട്ട് വരുന്നതേ ഉള്ളൂ. കുറെയൊക്കെ ഓപ്പൺ ആയിട്ടില്ല. ഓപ്പൺ ആയതിന്റെ ഡേറ്റുകളായി തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ജൂലൈ 31 മുൻപ് നമ്മൾ അപേക്ഷ പൂർത്തീകരിച്ച് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള 6 വ്യത്യസ്തമായിട്ടുള്ള സ്കോളർഷിപ്പുകളെ കുറിച്ചാണ്. കേരളത്തിലുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇ ഗ്രാൻസ് വാങ്ങുന്നവരുണ്ടാവും, പ്രീ മെട്രിക് വാങ്ങുന്നവരുണ്ടാവും, പോസ്റ്റ് മെട്രിക് വാങ്ങുന്നവരുണ്ടാവും, CH മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് വാങ്ങുന്നവരുണ്ടാവും, LSS വാങ്ങുന്നവരുണ്ടാവും, USS വാങ്ങുന്നവരുണ്ടാവും, NMMS വാങ്ങുന്നവരുണ്ടാവും. ഇങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഗവൺമെന്റ് സെക്ടർ സ്കോളർഷിപ്പുകൾ നേടിയിട്ടുള്ള ആളുകളായിരിക്കും കേരളത്തിലുള്ള ആളുകൾ. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അപേക്ഷിക്കാൻ കഴിയുന്ന ഒരു സ്കോളർഷിപ്പാണ്. ഗവൺമെന്റ് സ്കോളർഷിപ്പുകൾ വാങ്ങുന്നുണ്ട് എന്ന് കരുതി നമ്മൾ അപേക്ഷിക്കാതിരിക്കേണ്ട. പ്രൈവറ്റ് സെക്ടർ സ്കോളർഷിപ്പ് വാങ്ങുന്നത് ഗവൺമെന്റ് സെക്ടർ സ്കോളർഷിപ്പ് വാങ്ങുന്ന ആളുകൾക്ക് വാങ്ങുന്നതിന് പ്രയാസമില്ല എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് അപേക്ഷ സമർപ്പിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പ്രതീക്ഷിക്കാം നമ്മൾ അർഹരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സ്കോളർഷിപ്പ് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 6 സ്കോളർഷിപ്പുകളിൽ 3 സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് കോർപ്പറേറ്റ് കമ്പനികൾ അവരുടെ CSR ഫണ്ട് ഇനീഷ്യേറ്റീവ് ഉപയോഗിച്ചുകൊണ്ട് നൽകുന്ന സ്കോളർഷിപ്പുകളാണ് 3 സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. അതിൽ 2 സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ, പക്ഷെ അത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഏരിയയിലുള്ള ആളുകളെ മാത്രമാണ് അവർ പരിഗണിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് ബഡ്ഡി ഫോർ സ്റ്റഡി എന്ന് പറയുന്ന എൻസ് നൽകുന്ന ഒരു സ്കോളർഷിപ്പാണ്. അങ്ങനെ ടോട്ടൽ 6 സ്കോളർഷിപ്പുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ സ്കോളർഷിപ്പുകളൊക്കെ ജൂലൈ 31 അപേക്ഷ പൂർത്തീകരിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അപേക്ഷ സമർപ്പിക്കുക എന്നുള്ളതാണ്. അപേക്ഷ സമർപ്പിക്കാൻ നമ്മൾ അക്ഷയ സെന്ററിൽ പോകണമെന്നില്ല. നമ്മളുടെ ഫോണിൽ ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ് സേവ് ചെയ്ത് വെക്കാം. എന്തൊക്കെ ഡോക്യുമെന്റ് വേണ്ടി വരും ജനറൽ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമ്മളുടെ ഇൻകം സർട്ടിഫിക്കറ്റ് ആണ്, വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യം ഉണ്ടാവും എന്നുള്ളതാണ്. രണ്ടാമതെന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ പരീക്ഷയിൽ നമ്മൾ നേടിയിട്ടുള്ള മാർക്ക് ലിസ്റ്റ്. അപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ 7ാം ക്ലാസ്സിൽ അവന് പഠിച്ച സമയത്ത് ഫൈനൽ പരീക്ഷയിൽ അവന് കിട്ടിയ മാർക്ക് ലിസ്റ്റിന്റെ ഡീറ്റെയിൽ വിത്ത് സ്കൂളിലെ സീൽ ആൻഡ് സൈൻ, പ്രിൻസിപ്പളുടെ സൈനും സ്കൂളിലെ സീലും ഉള്ള ഒരു ഡോക്യുമെന്റ് ആണ് രണ്ടാമത് നമുക്ക് ആവശ്യം ഉണ്ടാവുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ചില സ്കോളർഷിപ്പിന് റെഫറൻസ് ചോദിക്കുക എന്നുള്ളതാണ്. റെഫറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, റെഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടി ലെറ്ററോ അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരു കത്തോ അല്ലെങ്കിൽ അതിനു വേണ്ടി വേറെ എന്തെങ്കിലും ഡോക്യുമെന്റോ നിർമ്മിക്കാൻ വേണ്ടി നമ്മൾ പോകേണ്ട ആവശ്യമില്ല. നമ്മളെ മകൻ അല്ലെങ്കിൽ മകൾ അല്ലെങ്കിൽ ഞാൻ പഠിച്ച കഴിഞ്ഞ വർഷം പഠിച്ച കോളേജിലെ അധ്യാപകന്റെ വിവരമാണ് കൊടുക്കേണ്ടത്. അവിടുത്തെ പ്രിൻസിപ്പാൾ ആയിരിക്കണം ഒന്ന്. രണ്ട്, ആ കുട്ടിയെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരാളുടെ വിവരങ്ങൾ, അതായത് അവരുടെ ഫോൺ നമ്പർ, അവരുടെ ഇമെയിൽ ID, അവരുടെ സ്കൂൾ ഏതാണ്, അവരുടെ ഡെസിഗ്നേഷൻ എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് റെഫറൻസ് ചോദിക്കുന്ന സമയത്ത് കൊടുക്കേണ്ടി വരിക. അതുപോലെ തന്നെ ആധാർ കാർഡ് വേണം. ആധാർ കാർഡ് വെരിഫൈ ചെയ്തിട്ടാണ് നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക. അതുപോലെ തന്നെ കുട്ടിയുടെ ഒരു ഫോട്ടോ, അതുപോലെ തന്നെ ഒരു സിഗ്നേച്ചർ. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഫോണിനകത്ത് ഡോക്യുമെന്റ് ആയിട്ട് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അപേക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ്. പലപ്പോഴും ഈ ഒരു പ്രൈവറ്റ് സെക്ടർ സ്കോളർഷിപ്പുകൾ ആയതുകൊണ്ട് തന്നെ അക്ഷയ സെന്ററിലെ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് വിവരം ഉണ്ടായിക്കോണമെന്നില്ല. ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൃത്യമായിട്ട് ഓരോന്നിന്റെയും അപേക്ഷിക്കേണ്ട സൈറ്റിന്റെ അഡ്രസ്സ് കൃത്യമായിട്ട് നൽകാം. ആ സൈറ്റിനകത്ത് കയറി കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, അപേക്ഷ പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളത്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് 6 സ്കോളർഷിപ്പുകൾ എന്ന് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ബഡ്ഡി ഫോർ സ്റ്റഡി എന്ന് പറയുന്ന ഏജൻസി ത്രൂ നൽകുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്കോളർഷിപ്പാണ്. ഡീറ്റെയിൽ ആയുള്ള വീഡിയോ എന്നിട്ട് നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്, ഈ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഈ അക്കാഡമിക് വർഷത്തിൽ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 പാസ്സായിട്ടുള്ള 50% മാർക്കിന് മുകളിൽ നേടിയിട്ടുള്ള വാർഷിക വരുമാനം 8 ലക്ഷം രൂപയിൽ താഴെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ കഴിയുക. അപ്പൊ ഈ സ്കോളർഷിപ്പിന്റെ അവസാന തീയതി എന്ന് പറയുന്നത് ജൂലൈ 31 തീയതിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ഈ ഒരു സ്കോളർഷിപ്പ് കൃത്യമായിട്ട് നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയണം എന്നുള്ളതാണ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 2025 അക്കാഡമിക് വർഷം, അതായത് 2025-26 അക്കാഡമിക് വർഷത്തിൽ
10ാം ക്ലാസ് അല്ലെങ്കിൽ +1 പാസ്സായിട്ടുള്ള അല്ലെങ്കിൽ +2 പാസ്സായിട്ടുള്ള, +1 അല്ല +2 പാസ്സായിട്ടുള്ള 50% മുകളിൽ മാർക്ക് വാങ്ങിയിട്ടുള്ള കുടുംബ വാർഷിക വരുമാനം 8 ലക്ഷം രൂപയിൽ താഴെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് അപേക്ഷിക്കാൻ കഴിയുക. ഈ സ്കോളർഷിപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് വേണം? റഫറൻസ് വേണം. റഫറൻസ് നൽകേണ്ടത് അധ്യാപകന്റെ വിവരങ്ങളാണ് എന്നുള്ളത്. 30,000 രൂപ വരെയാണ് ഈ സ്കോളർഷിപ്പ് കിട്ടുക. ഒറ്റ തവണയായിട്ട് മാത്രമാണ് ഈ സ്കോളർഷിപ്പ് കിട്ടുക. രണ്ടാമത്തെ സ്കോളർഷിപ്പാണ് ഭാരതി എയർടെൽ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. ഭാരതി എയർടെൽ സ്കോളർഷിപ്പ് എന്ന് പറയുന്ന സ്കോളർഷിപ്പ് നമ്മളുടെ 1ാം വർഷം പഠിക്കുന്ന ഇന്ത്യയിലെ NIRF റാങ്കിങ്ങിലെ ഏറ്റവും മുന്നിലുള്ള 50 കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് കിട്ടുക എന്നുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പാണ്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടെലികോം എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ്, ഡാറ്റ സയൻസ്, എയ്റോസ്പേസ്, AI ആൻഡ് മെഷീൻ ലേണിംഗ്, റോബോട്ടിക്സ് ആൻഡ് IoT, AR VR എഞ്ചിനീയറിംഗ് തുടങ്ങിയിട്ടുള്ള എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ പഠിക്കുന്ന 2026-27 അക്കാഡമിക് വർഷത്തിൽ 1ാം വർഷം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്ന കുടുംബത്തിന്റെ വാർഷിക വരുമാനം 8 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം എന്നുള്ളതാണ് ഇതിലെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ സ്കോളർഷിപ്പിനകത്ത് എന്തൊക്കെയാണ് കവർ ചെയ്യുക? ഇതിൽ ട്യൂഷൻ ഫീ മുഴുവനായിട്ടും കവർ ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹോസ്റ്റൽ ഫീസ്, മെസ് ഫീസ് കിട്ടും. ഇനി എക്സ്റ്റേണൽ ആയിട്ട് പുറത്തുള്ള ഒരു ഹോസ്റ്റലിലാണ് താമസിക്കുന്നുണ്ടെങ്കിൽ അവിടത്തെ റേറ്റ് എന്താണോ കിട്ടും. പക്ഷെ പരിഗണിക്കപ്പെടുക എന്ന് പറയുന്നത് സ്ഥാപനത്തിനകത്ത് ഹോസ്റ്റൽ ഉണ്ടെങ്കിൽ ആ ഹോസ്റ്റൽ ഫീ ആണോ അല്ലെങ്കിൽ ഏതാണോ കുറവുള്ളത് ആ ഹോസ്റ്റൽ ഫീ ആയിരിക്കും കിട്ടുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നല്ലൊരു ലാപ്ടോപ്പ് നമുക്ക് കിട്ടും. ഫസ്റ്റ് അക്കാഡമിക് ഇയറിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു ലാപ്ടോപ്പ് നമുക്ക് എന്ത് ചെയ്യും? ഇതിന്റെ കൂടെ നമുക്ക് കിട്ടും എന്നുള്ള ഫ്രീ കിറ്റായിട്ട് ലാപ്ടോപ്പ് നമുക്ക് കിട്ടും. ഈ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് എല്ലാ വർഷവും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ് ടു 5 ഇയേഴ്സ്, 5 വർഷം വരെ നമ്മൾ ആ കോഴ്സ് പൂർത്തിയാക്കുന്ന കാലം വരെ നമുക്ക് എന്ത് ചെയ്യും? ആ സ്കോളർഷിപ്പ് കിട്ടും എന്നുള്ളത്. പക്ഷെ ഒരു കണ്ടീഷൻ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം? എല്ലാ വർഷത്തെയും അറ്റൻഡൻസ് മിനിമം 75% ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ വർഷവും മാർക്ക് ലിസ്റ്റ് നോക്കുന്ന സമയത്ത് നമുക്കൊരു ബാക്ക് പേപ്പറും ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം? ഫുള്ളി പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? ഈ സ്കോളർഷിപ്പ് നമുക്ക് അപേക്ഷിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉൾപ്പെടുന്ന, നിങ്ങൾക്ക് ഇതിന്റെ റിക്വയർമെന്റ് ഉണ്ടോ അല്ലെങ്കിൽ ഇതിന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉൾപ്പെടുന്ന ഒരു വീഡിയോ നമ്മളുടെ ചാനലിൽ ഉണ്ടാവും. അത് പോയി കാണാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ വെബ്സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് നോക്കാം. ഇത് എവിടെയാണ് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ഡി ഫോർ സ്റ്റഡി എന്ന് പറയുന്ന ഏജൻസിയുടെ വെബ്സൈറ്റ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാവും ബഡ്ഡി ഫോർ സ്റ്റഡി കിട്ടുമോ ഇല്ലെന്ന്. തീർച്ചയായിട്ടും കിട്ടും. കാരണം ഇത് ബഡ്ഡി ഫോർ സ്റ്റഡി ഇതിന്റെ അപ്ലിക്കേഷൻ പ്രോസസ്സുകൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എങ്കിലും ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഉണ്ടാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് എയർടെൽ എന്ന് പറയുന്ന കമ്പനി നൽകുന്ന സ്കോളർഷിപ്പാണ്. ഇതിന്റെ ഫണ്ട് നൽകുന്ന എയർടെല്ലാണ്. ഇതിനെ സെലക്ഷൻ ചെയ്ത കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നത് നേരിട്ട് എയർടെല്ലാണ്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്ന എയർടെല്ലാണ്. പക്ഷെ ഇതിന്റെ അപ്ലിക്കേഷൻ പ്രോസസ്സ്, ഹാൻഡ്ലിംഗ്, സെലക്ഷൻ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ബഡ്ഡി ഫോർ സ്റ്റഡി എന്ന് പറയുന്ന ഏജൻസിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ജൂലൈ 31 അവസാന തീയതി. എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന ഒരു അവസരമാണ് ഈ ഒരു സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്കോളർഷിപ്പ് ബഡ്ഡി ഫോർ സ്റ്റഡി നൽകുന്ന കോളേജ് അഡ്മിഷൻ സ്കോളർഷിപ്പാണ്. കോളേജ് അഡ്മിഷൻ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം, +2 പൂർത്തിയായ വിദ്യാർത്ഥികൾക്ക് UG പഠിക്കുന്ന, അതായത് ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുക എന്നുള്ളതാണ്. ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100%, അതായത് മുഴുവൻ ഫീസും UG പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കോഴ്സിന്റെ മുഴുവൻ ഫീസും ലഭിക്കും എന്നുള്ളതാണ്. അതുപോലെ എന്ത് വേണം? 75% മാർക്ക് +2 വേണം, അല്ലെങ്കിൽ അതിന് മുകളിൽ വേണം. കുടുംബ വാർഷിക വരുമാനം 8 ലക്ഷം രൂപയിൽ താഴെയാവണം. തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? +2 പാസ്സായി കറന്റ്ലി UG അഡ്മിഷൻ എടുക്കുന്ന ആളുകൾക്കാണ് കിട്ടുക. അപ്പൊ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എൻറോൾ ചെയ്തിട്ടില്ലാത്ത ആളുകൾക്ക് കിട്ടും എന്നുള്ളതാണ്. 75% മാർക്ക് വാങ്ങി ഇപ്പൊ നീറ്റ് കോച്ചിങ്ങിന് പോകുന്ന ആളുകളുണ്ടെങ്കിൽ, അതുപോലെ തന്നെ JEEയുടെ കോച്ചിങ്ങിന് പോകുന്ന ആളുകളുണ്ട്, റിപ്പീറ്റിന് പോകുന്ന ആളുകളുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളുണ്ട് എങ്കിൽ അവർക്ക് കൂടി അപേക്ഷിച്ച് നേടാൻ പറ്റുന്ന സ്കോളർഷിപ്പാണ് ഈ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. 2026 പാസ്സായിട്ടുള്ള 75% മുകളിൽ മാർക്ക് വാങ്ങിയിട്ടുള്ള
കുടുംബ വാർഷികം 8 ലക്ഷം രൂപയിൽ താഴെയുള്ള +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാത്ത നീറ്റോ PG JEE തുടങ്ങിയിട്ടുള്ള കോച്ചിങ്ങിനൊക്കെ പോകുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, +2 മാർക്ക് ഷീറ്റ് വേണം, ഫാമിലി ഇൻകത്തിന് പ്രൂഫ് വേണം, എൻട്രൻസ് എക്സാമുകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതും കൊടുക്കണം എന്നുള്ളതാണ്. കാരണം അത് മാൻഡേറ്ററി അല്ല എന്നുണ്ടെങ്കിലും അതിന് വെയിറ്റേജ് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഇത്രയും കാര്യങ്ങളാണ് ഈ സ്കോളർഷിപ്പ് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി വേണ്ടത് എന്നുള്ളതാണ്. 4ാമത്തെ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് ട്രാൻസ്ജെൻഡർ സ്കോളർഷിപ്പ് ആണ്. ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും. അവരുടെ പഠനത്തിന് വേണ്ടിയിട്ട് നൽകുന്ന സ്കോളർഷിപ്പാണ് ഈ ഒരു സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. ഈ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഒറ്റത്തവണയാണ് കിട്ടുക, കണ്ടിന്യൂസ്ലി കിട്ടൂല എന്നുള്ളത്. ഒറ്റത്തവണയായിട്ട് 40,000 രൂപയാണ് ഈ സ്കോളർഷിപ്പ് കിട്ടുക. 9ാം ക്ലാസ് മുതൽ PG വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര മതി, 35% മാത്രം മാർക്ക് വാങ്ങിയാൽ മതി എന്നുള്ളതാണ്. 35% മാർക്ക് വാങ്ങി മുൻ വർഷ പരീക്ഷയിൽ പാസ്സായിട്ടുള്ള കുടുംബ വാർഷിക വരുമാനം 10 ലക്ഷം രൂപയിൽ താഴെയുള്ള മുഴുവൻ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? 9ാം ക്ലാസ് മുതൽ PG വരെ പഠിക്കുന്ന മുഴുവൻ ആളുകൾക്കും എന്ത് ചെയ്യാൻ കഴിയും? സ്കോളർഷിപ്പ് അപേക്ഷിക്കാൻ കഴിയും. ഇപ്പൊ സാധാരണ ചോദിക്കാറില്ല, പ്രൈവറ്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കിട്ടും. ഇവിടെ പ്രൈവറ്റ് എന്നല്ല, ഓപ്പൺ ആയിട്ട്, അതായത് ഡിസ്റ്റൻസ് മോഡിൽ പഠിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് പോലും ഈ സ്കോളർഷിപ്പ് നേടാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോ നമ്മൾ എന്ത് ചെയ്യുക? ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ അർഹരായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അതിന് വേണ്ടി ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ജൂലൈ 31 മുൻപ് എന്ത് ചെയ്യണം? അപേക്ഷ സമർപ്പണം പൂർത്തിയാക്കേണ്ടതുണ്ട്. അടുത്തൊരു സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഈസ്റ്റ്മാൻ പവർ എഡ്യൂസ്കിൽ സ്കോളർഷിപ്പ് ആണ്. ഈ സ്കോളർഷിപ്പ് പ്രത്യേകതയുണ്ട്. ഇത് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നൽകുന്ന സ്കോളർഷിപ്പാണ്. അതായത് ഡിപ്ലോമ പഠിക്കുന്ന വിദ്യാർത്ഥികൾ 3ാമത്തെ വർഷം പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ ബിടെക് ആണെങ്കിൽ 4ാമത്തെ വർഷം പഠിക്കുന്ന വിദ്യാർത്ഥികൾ, എംടെക് ആണെങ്കിൽ സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അതായത് കോഴ്സിന്റെ ഫൈനൽ ഇയറിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജോബ് പ്രൊഫൈലിലേക്ക് പോകുമ്പോൾ അവർക്ക് ആവശ്യമായ സ്കില്ലുകൾ ഉണ്ടാവും. ആ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾക്കാണ് എന്ത് ചെയ്യുന്നത്? ഈ സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. 20,000 രൂപ വരെയാണ് കിട്ടുക. CGPA 6 ഉണ്ടായിരിക്കണം. കുടുംബ വാർഷിക വരുമാനം 8 ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം. സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ള ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന്റെ സൈറ്റിൽ കയറി പരിശോധിക്കണം. അത്രയും കോഴ്സുകൾ പഠിക്കുന്ന ആളുകൾക്ക് നിശ്ചിത സമയത്തിനകം ആ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ മാത്രമേ സ്കോളർഷിപ്പ് കിട്ടുള്ളൂ. MBA പഠിക്കുന്ന ആളുകൾക്ക് MBAയുടെ ഫൈനൽ ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കിട്ടും. അതായത് സെയിൽസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗിൽ ഫോക്കസ് ചെയ്യുന്ന ആളുകൾക്കാണ് MBAയിൽ കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള എലിജിബിലിറ്റി പറയുന്നിടത്ത് എന്തുണ്ട്? ഒറ്റ ബാക്ക് പേപ്പേഴ്സ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. എന്ത് ചെയ്യണം? ഒറ്റ ബാക്ക് പേപ്പേഴ്സ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത്. ഈ സ്കോളർഷിപ്പ് നൽകുന്ന ഈസ്റ്റ്മാൻ പവർ അപ്പ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ കമ്പനിയുടെ CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നൽകുന്നത്. അതുകൊണ്ട് ആ കമ്പനിയിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഈ സ്കോളർഷിപ്പ് അപേക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ബാക്കിയുള്ള ആളുകൾക്ക് ജൂലൈ 31 മുമ്പ് അപേക്ഷിച്ചു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ, MBA ഫൈനൽ ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അടുത്തൊരു സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് മിൻവിദ്യ നിന്ദ്ര KS സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാം, മിന്ത്ര എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ച് നമുക്കൊക്കെ അറിയാം. ഏതാ കമ്പനി? ഷർട്ട്സുമായിട്ട് ബന്ധപ്പെട്ട, ടെക്സ്റ്റൈൽസുമായിട്ട് ബന്ധപ്പെട്ട കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ അർഹത ഉള്ളത് ഗാർമെന്റ് ആൻഡ് ആർട്ടിസൻസിന് മാത്രമാണ്. അപ്പൊ ഗാർമെന്റ് തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ ടെക്സ്റ്റൈൽസുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലാളികൾ, തുണിയായിട്ട് ബന്ധപ്പെട്ട തൊഴിലാളികൾക്കാണ് ഈ സ്കോളർഷിപ്പ് അപേക്ഷിക്കാൻ കഴിയുക. അതുപോലെ ആർട്ടിസൻസ് എന്ന് പറയുന്ന ആർക്ക് അപേക്ഷിക്കാം. ഈ 2 വിഭാഗത്തിനാണ് ഈ സ്കോളർഷിപ്പ് അപേക്ഷിക്കാൻ കഴിയുക. കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. ഈ സ്കോളർഷിപ്പിന്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. കാരണം ഈ വർഷം കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും അടുത്ത വർഷം റിന്യൂ ചെയ്യാം, അടുത്ത വർഷം റിന്യൂ ചെയ്യാം, അങ്ങനെ റിന്യൂ ചെയ്ത് 3 വർഷം വരെ കിട്ടും. ഒരു വർഷം 20,000 രൂപയാണ് ഫിനാൻഷ്യൽ കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ UG പഠിക്കുന്ന ആളുകൾക്ക് 60% മാർക്ക് +2 ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. +2 60% മാർക്ക് ഉണ്ടായിരിക്കണം. ഫുൾ ടൈം UG കോഴ്സുകൾക്ക് ജോയിൻ ചെയ്ത ആളുകൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. അതായത് ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ ഫുൾ ടൈം ആയിട്ട് റെഗുലർ ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുള്ളൂ. പാരന്റ്സ് എന്തായിരിക്കും? നേരത്തെ പറഞ്ഞ പോലെ ഗാർമെന്റ് അല്ലെങ്കിൽ ആർട്ടിസൻസ് തൊഴിലാളികളായിരിക്കണം. കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. ഇനി ആർട്ടിസൻസ് ആണെങ്കിലോ,
ആർട്ടിസൻ ആണെങ്കിൽ അവിടെ എന്തായിരിക്കണം, അക്കാഡമിക് ക്വാളിഫിക്കേഷൻ 10 കഴിഞ്ഞ ആളുകൾക്കും അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. 14 മുതൽ 30 വയസ്സിന് താഴെയുള്ള ആളുകളായിരിക്കണം. 14നും 30നും ഇടയിൽ വയസ്സുള്ള ആളുകൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. ഏതെങ്കിലും ഒരു സ്കിൽ സർട്ടിഫിക്കറ്റിനാണ് ആർട്ടിസൻസ് അപ്സ്കില്ലിംഗ് കാറ്റഗറിയിൽ കൊടുക്കുക. അതായത് NSDSC, സമർത്ത്, ക്രാഫ്റ്റ് മാർക്ക്, അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്രാഫ്റ്റ് മാൻ ആയിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ടെക്സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സുകൾക്ക് പഠിക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ സ്കോളർഷിപ്പ് അപേക്ഷിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പൊ ഒരു വർഷം 20,000 രൂപ വീതം എന്ത് ചെയ്യും, 3 വർഷത്തേക്കാണ് ഈ സ്കോളർഷിപ്പ് കിട്ടുക. ഈ 6 സ്കോളർഷിപ്പുകളാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റുക, ഈ ജൂലൈ 31 മുൻപ് അപേക്ഷിക്കേണ്ട സ്കോളർഷിപ്പുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്കോളർഷിപ്പിന് എന്ത് ചെയ്യുക, ജൂലൈ 31 സമയം അവസാന തീയതി കാത്തിരിക്കുന്നതിന് പകരം കഴിയുന്നത് പെട്ടെന്ന് അപേക്ഷിക്കുകയും നമ്മൾക്ക് ആവശ്യമായ ഡോക്യുമെന്റ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് അപേക്ഷിക്കാൻ കഴിയും. അങ്ങനെ അപേക്ഷ സമർപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സെലക്ഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഘട്ടമാണ്. അപേക്ഷിക്കുന്ന ആളുകളിൽ നിന്ന് ഏറ്റവും അർഹരായിട്ടുള്ള ആളുകളെയാണ് സെലക്ട് ചെയ്യുക. അപ്പൊ നമ്മൾ അപേക്ഷ സമർപ്പിക്കാതിരുന്നാൽ നമ്മൾ ചിലപ്പോൾ സെലക്ഷൻ പ്രോസസ്സിന്റെ അകത്തേക്ക് വരികയേ ഇല്ല. പക്ഷെ നമ്മൾ അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയും, നമുക്ക് ഈ സെലക്ഷനിലേക്ക് അകത്ത് വരും, നമ്മൾ അർഹരാണെങ്കിൽ നമുക്ക് ഈ സ്കോളർഷിപ്പ് കിട്ടും എന്നുള്ളതാണ്. ആ പ്രൈവറ്റ് സ്കോളർഷിപ്പുകളിൽ ജൂലൈ 31 മുൻപ് അപേക്ഷിക്കേണ്ട സ്കോളർഷിപ്പ് 6 എത്രയും പെട്ടെന്ന് ഇതിന്റെ സൈറ്റിൽ കയറി അപേക്ഷ സമർപ്പിക്കുക. അവസാന തീയതിയിലേക്ക് കാത്തിരിക്കാതെ. കൂടുതൽ സ്കോളർഷിപ്പ് വിശേഷങ്ങൾ നമുക്ക് വീണ്ടും കാണാം.